അവിടുത്തെ ജീവിതത്തിന്റെ അവസാന സമയം, അതായത് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ആ നേരം നമുക്ക് തന്ന ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങളുണ്ട്. അപ്പൊ ആ നസീഹത്തുകൾ സ്വീകരിക്കലും നമ്മുടെ ജീവിതത്തെ അങ്ങനെ തിട്ടപ്പെടുത്തലും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തിബാ. അങ്ങനത്തെ മുത്തബിഅ ആവണം. നമ്മൾ അങ്ങനെ ആക്കട്ടെ. മുത്തബിഅ, ഇത്തിബാഉം ഇഖ്തിദാഉം രണ്ടും രണ്ടാണ്. വേർതിരിച്ച് മനസ്സിലാക്കണം. നമ്മളൊരു ഇമാമിനെ ഇത്തിബാ ചെയ്യലല്ല, ഇഖ്തിദാ ചെയ്യലാണ്. അതായത് ഇമാമിനെ പിന്തുടരൽ. ഇമാം ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ ആ കാര്യം ചെയ്യുക. ഇമാമിനോടൊപ്പം ആയിക്കൂടാ, ഇമാമിന് മുമ്പും ആയിക്കൂടാ, നിസ്കാരം പാത്തിലേക്ക് പോകും. അതാണ് ഇഖ്തിദാ, മുഖ്തദി. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്യലാണ്. അതായത് ഒരാളെ ഇത്തിബാ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാളോടൊപ്പം നടക്കലാണ്. ഇമാമ് ഒരു കാല് വെച്ചാല് നമ്മൾ ഇമാമിന്റെ ബാക്കിൽ ആ കാല് വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാല് വെച്ചാൽ ആ കാല് വെച്ചെടുത്താൽ നമ്മൾ കാല് വെക്കുന്നുണ്ട്. അതാണ് ഇത്തിബാ. സഹാബകൾ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകുന്ന വസിയ്യത്തുകൾ, റസൂലുള്ളാഹിന്റെ നസീഹത്തുകൾ, വഅദുകൾ, അത് അവര് കേട്ടു, അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തി. അങ്ങനെ തന്നെ അത് ചെയ്താൽ എന്താ ആവുക ഒന്നും ചിന്തിക്കൂല. സാധാരണ അറബികളെ പറ്റി പറയാറുണ്ട്. അവരിപ്പോ ഓഫീസിൽ ഗവൺമെന്റിന്റെ രാവിലെ നിയമം പാസ്സാക്കി വെച്ചു, അത് അവർ നടപ്പിലാക്കും. ആ നിയമം അവരൊക്കെ നടപ്പിലാക്കും ഓഫീസിൽ. എന്നാൽ അതിന്റെ പ്രതിവിധി എന്താ അതൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ആക്കാം. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്? മാഫി മാറും. അത് ഗവൺമെന്റിനോട് ചോദിക്കണം. അത് നമുക്ക് പറയാൻ അവർക്ക് കഴിയില്ല. ശരിക്കും പറഞ്ഞ ഇത്തിബാ അതാണ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? മാഫി മാറും. അറിയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ചെയ്യും. സഹാബാക്കൾ ഒരു ദിവസം നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമാണ്, ഇവർ മഅ്മൂമീങ്ങളാണ്. ചെരുപ്പിട്ടിട്ടാണ് നിസ്കരിച്ചത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി സിഫത്തു സ്വലാത്തിലെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഇമാമിനെ ഇമാം ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് പറയുമ്പോ പെട്ടെന്ന് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ഊരി. ഇത് കണ്ട സഹാബാക്കൾ എല്ലാവരും ഊരി. നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചെരുപ്പ് ഊരിയത്? അപ്പൊ അവർ പറഞ്ഞ മറുപടിയാണ് ഇത്തിബാ. റഅയ്നാക ഖലഅതന അലൈക, നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ രണ്ട് ചെരുപ്പ് ഊരുന്നത് കണ്ടു. ഫഖലഅന, അപ്പൊ നമ്മൾ ഊരി. നബി എന്തിനാ ഊരിയത്? എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവോ? ചോദിക്കേണ്ട കാര്യം നമുക്കില്ല, അത് അറിയേണ്ട കാര്യം നമുക്കില്ല. ഫഖലഅന, നമ്മൾ ഊരി. അന്നേരം വിശ്വാസം പറഞ്ഞു കൊടുത്തു. ജിബ്രീലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചെരുപ്പിൽ നെജസുണ്ട്, അതുകൊണ്ട് ഊരി മാറ്റി വെച്ചേക്കും. അതുകൊണ്ടാണ് ഞാൻ ഊരിയത്. അവൻ ചെയ്തതിന് ശേഷം സഹാബകൾ അതിന്റെ ഹിക്മത്ത് അറിയുന്നത്. ഹിക്മത്ത് ചിന്തിക്കലല്ല മുഅ്മിനീങ്ങളുടെ രീതി, ഇത്ബാഇന്റെ രീതി അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നമ്മളെപ്പോഴും അതാ പരിശോധിക്കേണ്ടത്. മുത്തബിഇന്റെ ഡ്യൂട്ടി അതാണ്. ഇത്തിബാ ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ ജോലി ആ കാലം പരിശോധിക്കലാണ്. എന്ത് വിഷയം, പ്രത്യേകിച്ചും എഴുന്നേൽപ്പിന്റെ വിഷയം വരുമ്പോ. ഒരു മൂലാള് നമ്മൾ ഹുദൂർ പോയി സംസാരിച്ചിട്ട് വീഡിയോ ഒക്കെ കണ്ടല്ലോ, നമ്മളൊക്കെ പോയ സമയത്ത് ആ വീഡിയോ എടുത്താളെ കിട്ടും. ഇങ്ങനെ നമ്മളൊക്കെ ക്യാമറ ഒരുപാട് ആളുകൾക്ക് എത്തി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു മൂലാർക്ക് വന്നിട്ട് ഒരു പെണ്ണായി വിടുന്നുണ്ട്, പച്ചക്കളവ്. ഇപ്പൊ എല്ലാ മൂലമാർക്കും ആ സ്വഭാവമുണ്ട്. നബിദിനം വരുമ്പോഴാണ് ഈ പെണ്ണായി കൂടുതൽ ഒരു പറയാൻ പ്രേരിതരാകുന്നത്. അതായത് നബിദിനാഘോഷ പരിപാടി, ജാറം, ദർഗ, ഇതൊക്കെ മക്കത്തും മദീനത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ ഈ മുജാഹിദ് മൗലവി വന്നിട്ട് പറയുകയാണ്, ഇവിടെ ഉണ്ടോ, മക്കത്തുണ്ടോ, മദീനത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ മുജാഹിദ് മൗലവി എന്ത് ചതിയാ ഉമ്മത്തിനെ ചതിക്കുന്നത്? നിങ്ങളെ ഏതാവല്ല ഇതെല്ലാം വന്ന് പൊളിച്ചു കളഞ്ഞ്. നിങ്ങളെ വഹാബി മൗലവി വന്നിട്ട് ഇതെല്ലാം പൊളിച്ചു കളഞ്ഞോണ്ടല്ലേ ഇതൊന്നും ഇവിടെ ഇല്ലാത്തത്. അതായത് എന്നിട്ട് ഒരു പറയുന്ന രീതി എന്താ അറിയോ? നേതാവ് വന്നിട്ട് എല്ലാം പൊളിച്ചു കളയുക, ഇവിടെ ഉണ്ടായതെല്ലാം പൊളിച്ചു കളയുക. എന്റെ അനുയായി വന്നിട്ട് എന്ത് പറയാ? നോക്കൂ, ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ, നാട്ടിലെന്തല്ലോ ഉണ്ടല്ലോ, അപ്പൊ തെറ്റല്ലേ? രണ്ടാളും കൂടി ടൈപ്പായിട്ടുള്ള ചതിയാണെന്നുള്ള രീതിയിലാണ് മൗലവിമാര് പറയുന്നത്. നമ്മൾ പൊളിച്ചതാണത്. എന്താ സംശയം?
നമ്മൾ തകർത്തതാണത്. വഹാബികൾ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല വിപ്ലവകാരിയാണ്, ആദർശത്തിന്റെ നവോത്ഥാന നായകനാണ്, മുജദ്ദിദാണ്. അല്ലറ ചില്ലറ അദ്ദേഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനുൽ ഇസ്ലാമിന്റെ പണിയെടുക്കാൻ വേണ്ടി നിയോഗിച്ച ദാഇയാണ്. 2 ഹറമുകളെയും വൃത്തികേടുകളിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കിയെടുത്ത മഹാനായ പുരുഷനാണ്. താരിഖൊന്ന് വായിച്ചു. നമ്മൾ വിളിച്ചിട്ട് നബിദിന പരിപാടിയും മൗലൂദ് പാടലെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. മക്കത്തും മദീനത്തും. അവിടെ തന്നെയല്ലേ അബൂജഹൽ ജീവിച്ചത്. മക്കത്ത് ജീവിച്ചതിനെ കൊണ്ട് അബൂജഹൽ വലിയ, മദീനത്തിൽ ജീവിച്ചതിനെ കൊണ്ട് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂല് കുതുബ. അവിടെ ജീവിച്ചതിനെ കൊണ്ട് കാര്യമില്ല, അവിടെ ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ അറിയാം, ഈ മൗലന്മാരോട് നമ്മൾ കുറിച്ച് ശരിയല്ലേ? നിങ്ങൾ കിതാബ് നമുക്ക് വായിച്ചതൊന്നും വേണ്ട, പുസ്തകമൊക്കെ വായിച്ചതൊന്നും വേണ്ട. നമുക്കറിയാം നമ്മുടെ നേതാവിന്റെ താരീഖ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്നെ വിളിച്ചതാണ്. 2 ഹറമുകളെയും ശുദ്ധിയാക്കിയ നമ്മളാണ്. പക്ഷേ ഇബ്നുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ആ പൊളിച്ച ഖബറും ജാറും കുബ്ബയും ആരുണ്ടാക്കിയതാണ്? അതിന്റെ മറുപടി ആയിട്ടുണ്ട്. ഏത് കാലത്ത് ആരുണ്ടാക്കിയതിനെയാണ് ഇബ്നുൽ വഹാബ് റഹിമഹുല്ലാഹ് പൊളിച്ചത്? അത് വായിച്ചതാണ് കിതാബ്. അല്ലാണ്ട് ഇമാം നബവിന്റെ കാലത്ത് ആ ഖബറിന്റെ പോലെ കുബ്ബ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഇമാം ഇങ്ങനെ വരുമ്പോൾ അവർ കുബ്ബ കണ്ടിരുന്നു. ഷാഫി ഇമാം ഒരു കുബ്ബ കണ്ട കഥ പറയുന്നുണ്ട്. ഒന്നും നമുക്ക് അറിയണ്ട. ഈ കുബ്ബയും ചാറവും തെറുകയും നമ്മൾ പൊളിച്ചത് തന്നെ. പക്ഷെ ആ പൊളിച്ചത് വൃത്തികേടാകണമെങ്കിൽ, മോശമാകണമെങ്കിൽ ഏത് കാലത്ത് ആരുണ്ടാക്കിയത് എന്ന് തെളിയിച്ചേരണം. നമുക്ക് കിട്ടേണ്ടത് എപ്പോഴറിയോ? 300 കൊല്ലത്തിനിടയിൽ. നമുക്ക് കിട്ടേണ്ടത് ആരോ അന്ന് ഇന്നും അഞ്ഞാമുഞ്ഞ ഉണ്ടാക്കിയതല്ല കിട്ടേണ്ടത്. ആ 300 കൊല്ലത്തിനുണ്ടാക്കിയതാണ് ഷെയ്ഖ് പൊളിച്ചതെങ്കിൽ ഷെയ്ഖ് ചെയ്ത തീരെ ശരിയായില്ല. നമ്മൾ സമ്മതിക്കുന്നു, നമ്മൾ ഷെയ്ഖിനെ കുറ്റപ്പെടുത്തുന്നു. ഏത് ആ 300 കൊല്ലത്തിൽ? ആദ്യത്തേത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബവി ജീവിതത്തിലുള്ള 23 കൊല്ലത്തിനിടയിൽ ബഖീഇൽ എന്തെങ്കിലും ചാറമോ ദർഗയോ കെട്ടിയിട്ടുണ്ടെങ്കിൽ, മക്കത്ത് മുഅല്ലായിൽ എന്തെങ്കിലും കുബ്ബയോ ദർഗയോ പള്ളിയോ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കുന്നു, അവിടുത്തെ തീരെ ശരിയായില്ല. പക്ഷെ ആ 23 കൊല്ലത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദത്തോടെയും തൃപ്തിയോടെയും ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് തെളിയിച്ചേരണം. കഴിയില്ല, തലകുത്തി പറഞ്ഞാലും കഴിയില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് ആ നബിയുടെ സഹാബാക്കളായി 100 കൊല്ലം ജീവിച്ച സഹാബാക്കൾ. ആദ്യത്തെ ഒരു നൂറ്റാണ്ട് 100 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു സഹാബിയുടെ തൃപ്തിയോടെയും അനുവാദത്തോടെയും അറിവോടെയും കൂടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവിടെ നബിദിനം കഴിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ജനിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പിന്നെ മൗലൂദ് പാടിയിട്ടുണ്ടെങ്കിൽ, ഈ 100 കൊല്ലത്തിനിടയിൽ ഒറ്റൊരിക്കും, കൊല്ലാകൊല്ലം ഇങ്ങനെ വേണ്ട, 100 കൊല്ലത്തിനിടയിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സഹാബി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇബ്നുൽ വഹാബ് ചെയ്തത് തീരെ ശരിയായില്ല, തീരെ മോശമായിപ്പോയി. പക്ഷെ കിട്ടില്ല. 100 കൊല്ലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അതുണ്ടാവില്ല. അതുമല്ലെങ്കിൽ പിന്നെ കിട്ടേണ്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക്കായ നാവ് കൊണ്ട് പറഞ്ഞു സുമ്മല്ലദീന യലൂനഹും, പിന്നെ ഏറ്റവും നല്ല മനുഷ്യന്മാര് അവരെ തുടർന്ന് വന്ന ആരാണ്? താബിഈകൾ, അഥവാ സഹാബാക്കളുടെ ശിഷ്യന്മാർ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേർക്ക് നേരെ കേട്ട് ഖുർആനിന്റെ തഫ്സീർ എന്താണ്, ആ ആയത്തിലുള്ള അമൽ എന്താണ് എന്ന് നേർക്ക് നേരെ നബിയിൽ നിന്ന് പഠിച്ച ഈ ഉസ്താദുമാരുടെ ശിഷ്യന്മാർ. അപ്പൊ അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവല്ലോ. ആ ശിഷ്യന്മാരിൽ ആരെങ്കിലും ഒരാളുടെ കാലത്ത് അതവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇബ്നുൽ വഹാബ് റഹിമഹുല്ലാഹ് പൊളിച്ചതും നിർത്തലാക്കിയതും മോശമായിപ്പോയി. പിന്നെ ഇതിന്റെ അപ്പുറത്തെ 100 കൊല്ലം, പിന്നെ അതിന്റെ അപ്പുറത്തെ 100 കൊല്ലം. അവർക്ക് എന്താ പറയാ? സഹാബാക്കളുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ. എന്താ ഈ 300 കൊല്ലം നമ്മൾ പറയാൻ കാരണം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതിനെ കൊണ്ടാണ്. അൽ ഖുറൂനുൽ മുഫദ്ദല, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതമായ ആദ്യത്തെ 300 കൊല്ലത്തിനിടയിൽ ഈ ഇബ്നുൽ വഹാബ് പൊളിച്ചത് എന്തെങ്കിലും മക്കത്തോ മദീനത്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിർത്തലാക്കിയിട്ടുള്ള എന്തെങ്കിലും ആചാരമോ ആഘോഷമോ പരിപാടിയോ മക്കത്തും മദീനത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചേ. എല്ലാത്തും നമുക്ക് വേണ്ട.
നമ്മൾ സലഫികളാണ്, മൊയന്തുകളല്ല. സലഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സലഫിനെ ഫോളോ ചെയ്യുന്നവൻ. ആരാ സലഫ്? അൽ ഖുറൂനുൽ മുഫദ്ദല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ഖുറൂൻ എന്ന് പ്രഖ്യാപിച്ച ആ ഉത്തമമായ കാലഘട്ടത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അന്നുണ്ടായിട്ടുണ്ടെങ്കിൽ കൊണ്ടുത്താ. അല്ലാണ്ട് വടായി പറഞ്ഞ സാധാരണക്കാരെ പറ്റിക്കരുത്. പിന്നെ ഒരു ഉപകാരം പേടി എന്താ അറിയോ? ഇയാളെ കൂടെ ഒന്ന് ഉംറക്ക് പോകരുത്, നിങ്ങൾ ഉംറ നശിച്ചു പോകും. ഇയാളെ കൂടെ ഉംറക്ക് പോയാൽ നിങ്ങൾ ഉംറ ഇല്ലാണ്ടായി പോകും, വേണ്ട പൈസ വെള്ളത്തിലായി പോകും, പോയേക്കല്ല. ശരിയാണ്. നമ്മളെ കൂടെ ഉംറക്ക് വരുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച് സൂക്ഷിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന് കാണിച്ചെന്നില്ല. അങ്ങോട്ടും നമ്മൾ പോവില്ല, ഇങ്ങോട്ടും പോവില്ല. ആരെങ്കിലും പോയാൽ അവനെ വിടൂല്ല, സമ്മതിക്കൂല, ഒരിക്കലും സമ്മതിക്കൂല. നമ്മളെ ഇബാദത്ത് എന്താന്ന് പഠിപ്പിക്കാൻ അള്ളാഹു നമുക്ക് അയച്ചെന്ന റസൂല് എങ്ങനെയാണോ ഉംറ ചെയ്തത് അങ്ങനെ നമ്മൾ ചെയ്യാൻ വിടുള്ളൂ, അങ്ങനെ നമ്മൾ ചെയ്യുള്ളൂ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ നമ്മളെ മൂലമൊക്കെ സ്വഭാവമുണ്ട്. പറ്റിക്കുമ്പോ നാട്ടിലും പറ്റിപ്പന്നെ, ആടെയും പറ്റിപ്പന്നെ, പറയുമ്പോ പറയണ്ട, എല്ലാം പറയണ്ടേ. നമ്മളെന്തെല്ലോ പറയുമ്പോ കണ്ണാടിയിലേക്ക് ഞാൻ വരുന്നില്ല, പറഞ്ഞുതരാം, കഥ പറഞ്ഞുതരാം. കൂളിംഗ് ക്ലാസിന്റെ കഥകൾ പറഞ്ഞുതരാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്തു ഉംറ ചെയ്യുമ്പോ എത്ര പ്രാവശ്യം? ഇടക്ക് വാമ്പറക്ക്, എന്നാലും ഇതെല്ലാം ഓർമ്മ ഉണ്ടാവുള്ളൂ. പൈസ ഇങ്ങനെ പെട്ടിയിൽ വെച്ചാൽ മതിയാ. എത്ര പ്രാവശ്യം തവാഫ് ചെയ്ത്? 7 പ്രാവശ്യം. എന്താ പറഞ്ഞത് തവാഫ് ചെയ്യുമ്പോ? ഒന്നുമില്ല പറയാൻ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ നടക്കുമ്പോ പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. ആകെ ഒറ്റൊന്നേ ഉള്ളൂ. റുക്നുൽ യമാനിയിൽ നിന്ന് ഹജറുൽ അസ്വദ് വരെയുള്ള നടത്തത്തിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതല്ലാത്ത ഒന്നും തവാഫില് വാരിദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതായി വന്നിട്ടില്ല. തുടങ്ങുമ്പോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പറ്റുമെങ്കിൽ മുത്തുക. അതിന് കുറച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ മക്കളൊക്കെ തിന്ന് നല്ല തടിയും തണ്ടലും ഉണ്ടാക്കിയാൽ മുത്താൻ പറ്റും. ഇല്ലെങ്കിൽ പോയിട്ട് ശ്വാസം മുട്ടിയിട്ട് മരിച്ചാൽ നമുക്ക് മഷർ ഇൻഷാല്ലാഹ് പിന്നെ കാണാം, അല്ലെങ്കിൽ കാണാനുണ്ടാവില്ല. കുറച്ച് തടിയിലുണ്ടെങ്കിൽ മുത്താൻ വേണ്ടി പോകണ്ടുള്ളൂ. അല്ലെങ്കിൽ തൊട്ടിട്ട് മുത്തുക. അതും കൈ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൈ തിരിച്ചെടുക്കാനുണ്ട്, ഇത് വേണം. അല്ലെങ്കിൽ കൈ കൊണ്ട് ആൾക്കാർക്ക് പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ കൈ കൊണ്ട് ആദ്യം കാണിക്കുക ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പിന്നെ നടക്കുക. പറയലല്ല തവാഫ്, ചെയ്യലാണ് തവാഫ്. തവാഫിന്റെ പ്രത്യേകത ചെയ്യലാണ്, പറയലല്ല. എന്തും പറയാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുർആൻ ഓതാം. മലയാളത്തിൽ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് നടക്കാം. അറിയുന്ന അറബിയിലുള്ള ദുആകളൊക്കെ പറയാം. ഇന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ അട്ടം നോക്കി നടക്കുന്നു. നടക്കലാണ് തവാഫ്, ചെല്ലലില്ല. ചെമ്മോയാമാരെ പറ്റുമ്പോ എന്താ അറിയോ? കാരണം അമീറായിട്ട് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് കാണിക്കണ്ടേ കൂടെ വന്ന ആൾക്കാർക്ക്. അവിടെ ഒരു കിതാബ് പിടിച്ചിട്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ റബ്ബന റബ്ബന ആതിന ആതിന, അത് ഇയാള് പറയും, ഇതൊക്കെ ഇയാള്. ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് മൊത്തം വിശ്വാസം. ഇവരെ ജോലി മൈക്കുണ്ടാവില്ല, പക്ഷെ സംസം കുടിക്കുന്ന ക്ലാസ്സില്ലേ അതിങ്ങനെ വെച്ചിട്ട് ഒപ്പോനോ അങ്ങനെ ഉണ്ടാക്കിയിട്ടാ നടക്കുക. ബാക്കി ഒരുത്തിനൊന്നും പറയാൻ കഴിയില്ല. ഇത് ഏത് ഹദീസിൽ നിന്ന് കിട്ടിയതാ? ഇത് ഏത് കിതാബിൽ നിന്ന് കിട്ടിയതാ? ഭയങ്കര കിതാബെല്ലാം വായിച്ചിട്ട് ടീം പറയുന്ന മനുഷ്യന്മാരല്ലേ. ഇത് എഴുതാൻ കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യസ്സിറു വലാ തുഅസ്സിറു. എളുപ്പമുണ്ടാക്കേണ്ട ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കല്ല. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില പെണ്ണുങ്ങൾ പറയും നമ്മുടെ ഉസ്താദൊന്നും പറഞ്ഞു തന്നില്ല, അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉസ്താദ് ഒന്നും പറഞ്ഞു തന്നില്ല. പറഞ്ഞുതരാൻ ഉണ്ടെങ്കിലല്ല പറഞ്ഞിരുത്, ഇല്ലാത്ത ഇപ്പൊ പറഞ്ഞുതരാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മളും ഉംറയുടെ പ്രത്യേകത അതായിരിക്കും. ചിലപ്പോ ഇതൊന്നും ഉണ്ടാവില്ല. വന്നാല് ഇത് പ്രതീക്ഷിക്കുന്നവര് വരും വേണ്ട, ആവശ്യമില്ല. ആകെ റബ്ബനാത്തിനാ ഫിദ്ദുനിയാസന. അമീർമാരെ കാണിക്കുന്ന വലിയൊരു അപകടം തരാം. അവിടെ തവാഫ് എങ്ങനെയാ നടക്കേണ്ടത്? ഈ ആന്റി ക്ലോക്ക് വൈസിന്റെ നടത്തങ്ങള് തവാഫിന്റെ നടത്തം. നമ്മളെ ലെഫ്റ്റ് ഭാഗം കാബയ്ക്ക് നേരെ ആവണം, വലത് ഭാഗം പള്ളിന്റെ നേരെ. അങ്ങനെ ഇങ്ങനെയാ നടക്കേണ്ടത്. ഒരേമാതിരി ഇങ്ങനെ നടക്കാം ബേക്കോട്ട്. എന്തിനാറിയോ? 45 ആളുണ്ടാവില്ലേ?
അപ്പൊ ആദ്യം പറയുന്നത് മുമ്പിലുള്ള ആൾക്കാരെ കേൾക്കും. ഇപ്പൊ എല്ലാവരും കേൾപ്പിക്കാൻ വേണ്ടി മുമ്പിൽ 2 സ്റ്റെപ്പ് ബാക്കോട്ട് ഡാൻസ് കളിക്കുമ്പോഴാണ് 2 സ്റ്റെപ്പ് ബാക്കോട്ട് വരും, പിന്നെ 2 സ്റ്റെപ്പ് മുമ്പോട്ട് പോകും. ഇങ്ങനെയൊക്കെ കളിച്ചോണ്ടാവും മുമ്പിൽ എന്ത് ചെയ്യാം നടക്കുക. എന്തിന്റെ ആവശ്യം എന്താ? വിശ്വാസം മാത്രമാണ് ഇങ്ങനെ നടക്കാനാ പറഞ്ഞു. നടന്നാ മതി, വേറൊന്നും വേണ്ട. നമുക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഇപ്പൊ തണുത്ത കാലത്തൊക്കെ കാബയ്ക്ക് പോയിട്ട് ഓഫ് ചെയ്താലും വീർക്കുകയുമില്ല. 7 വട്ടം നടന്നാലും വീർക്കുകയില്ല. അപ്പൊ ആൾക്കാർക്ക് ആഴത്തില്ല, ഒരു വീർപ്പൊന്നുമില്ല. അത്രയും പൈസ മുടക്കി വന്നിട്ട് ഒരു ചെയ്ത പോലെ തോന്നില്ല. പാറയേറ്റം കൊത്താൻ പോയ പോലെ ഒരു ശരീരം അറിഞ്ഞിട്ട് ഒരു കഥപ്പില്ല, ഒരു വീർപ്പില്ല. വീർക്കും വേണ്ട, കഥക്കും വേണ്ട. 7 വട്ടം നടന്നാൽ മതി. അത് തിരക്കൊന്നും ഇല്ലാത്ത കാലത്ത് കാബന്റെ തൊട്ടടുത്ത് കൂടി നടക്കുന്നെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് സംഭവം കഴിഞ്ഞു. റാഹത്ത് കിട്ടുന്നില്ല. ആ റാഹത്ത് കിട്ടുന്നില്ല എന്നുള്ളത് അപകടത്തിന്റെ സൂചനയാണ്. കാരണം നബിസ്വല്ലല്ലാഹു ചെയ്തത് തൃപ്തനല്ല. അതുകൊണ്ട് മുലർ പറയാ, ഇയാളെ ഉംറക്ക് പോയാൽ നിങ്ങൾ ഉംറ കാണാൻ അയാളെ സുന്നത്തനുസരിച്ച് ചെയ്യുള്ളൂ, ചെയ്യിപ്പിക്കുള്ളൂ. അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നവര് വന്നാൽ മതി. പേടി എന്തിനാണ്? എന്തിനാ പേടി? എന്തിനാ ആൾക്കാർ ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇങ്ങനെ മുരടിപ്പിക്കുന്ന എന്തിനാ? എന്തുകൊണ്ടറിയോ? ഓരോ സ്ഥലങ്ങളും നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുക. ഇതിന്നതാണ് ഇതിന്നതാന്ന് പറഞ്ഞു കൊടുത്താൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് കാര്യം മനസ്സിലാവും. നമ്മളവിടെ ക്യാൻറ്റീനിൽ ഇരിക്കുകയാണ്, ഞാനുണ്ട്, ഇവനുണ്ട്, നമ്മളെ കുറിച്ചുണ്ട്, നമ്മളെ കുറിച്ച് കേട്ടോ. നമ്മൾ എപ്പം പോയാൽ നമ്മളവരുണ്ടാവും. അള്ളാഹു വർക്കത്ത് തോന്നില്ലേ? സ്വയം പറഞ്ഞത് ആവർത്തിച്ച് പോവാൻ. ആവർത്തിച്ച് ചെയ്താൽ ദാരിദ്ര്യമില്ലാതെയാവുന്നതാണ്. പാവങ്ങൾ ഓർക്കപ്പെടും, ദാരിദ്ര്യമില്ലാതെയാവും. ഇരിക്കുന്ന സാക്ഷി അള്ളാഹു ബാലിക്ക് വരി കൊടുക്കട്ടെ. നമ്മൾ കേട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇവൻ ഒരു പെണ്ണുങ്ങളോട് ചോദിച്ചു, പള്ളി പോയില്ല? ആ പള്ളി പോയിനി. ആടെ ദുആലുണ്ടാ? സ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയിലുണ്ടാ? കുനൂത്തലിനുണ്ടോ? അപ്പൊ പെണ്ണുങ്ങൾ പറയാ, ഇവിടെ വന്നപ്പോ ഒന്നുമില്ല, പക്ഷെ ഉസ്താദ്മാരൊന്നും സമ്മതിക്കുന്നില്ല. എവിടെ ഒന്ന് നോക്കുമ്പോ ഒന്നുമില്ല, ഉസ്താദ്മാരൊന്നും സമ്മതിക്കുന്നില്ല. ആടെത്തുമ്പോ സംഭവം മനസ്സിലാവും. കാരണം എന്താ അറിയോ? ഇസ്ലാമിന്റെ ചരിത്രം നടന്ന സ്ഥലമാണിത്. ആ മണ്ണ് പരിശുദ്ധ ഭൂമിയാണ്. അവിടെ മനസ്സിലാകുന്ന മനുഷ്യന്മാർക്ക് തിരിയും. അത് ആഗ്രഹിക്കുന്നില്ല മൂലന്മാര്. അതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടതാണ് ആദ്യത്തെ 300 കൊല്ലക്കാലം ഉഹദിലോ ബദറിലോ എന്തെങ്കിലും ദർഗയോ ജാറോ ഉറൂസോ ഉത്സവോ അതല്ലെങ്കിൽ മൗലിദാഘോഷമോ നബിദിന പരിപാടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 300 കൊല്ലത്തിനിടയിൽ. പിന്നെ ഇബ്നു അബ്ദുൽ വഹാബ് പൊളിച്ചത് ഉണ്ടായതെപ്പോന്നറിയോ? 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആരുണ്ടാക്കിയത്? ഉബൈദികൾ, പക്ക ശിയകൾ. ഇനി ഇവരുടെ ടീമല്ലേ അത്, അപ്പൊ പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട്, അയച്ചിട്ടുണ്ടല്ലോ. കബർ കെട്ടിപ്പൊക്കിയ കബർ മൊത്തം പൊളിച്ചു കളയാൻ. അവിടെ ഞാൻ ചോദിച്ചത്, ഈ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളുടെ അറിവോടുകൂടി ഉണ്ടാക്കപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും പോലാർക്ക് അറിയുമെങ്കിലും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും കിതാബ്. ഈ 300 കൊല്ലം 4-ാം നൂറ്റാണ്ടിൽ അബ്ബാസി ഭരണകൂടം തകർന്നു. ആദ്യകാലവും പിൽക്കാലവും ഒക്കെ തകർന്നു. പിന്നെ രംഗത്ത് വരുന്നത് ഉബൈദികളാണ്. ഫാത്തിമ ബീവിയിലേക്ക് ചേർത്ത് പറയപ്പെട്ട ഉബൈദികൾ. അവരുടെ വിശ്വാസം എന്താ അറിയോ? നേരത്തെ കുത്തുബെ സൂചിപ്പിച്ച പോലെ, ഒന്ന് ജിബ്രീൽ കള്ളനാണ്. അങ്ങനെ എന്തുകൊണ്ടറിയോ? വഹയ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാറിക്കൊടുത്തു പോയതാണ്. ശരിക്കും കിട്ടേണ്ടത് ആൾക്കാർ അലിയനായിരുന്നു. ജിബ്രീലിനെ കള്ളനാക്കിയ ഈ കള്ളന്മാര് കാഫിരികളാണ്, മുർത്തദ്ദികളാണ്. രണ്ടാമത്തെ എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ പോലെയുള്ള പ്രഗത്ഭരായ സഹാബാക്കള് കാഫിരീങ്ങളാണ്. അബൂബക്കർ കാഫിറാണ്, ഉമർ കാഫിറാണ്. ഞാൻ ബഹ്റൈൻ ഉണ്ടായിരുന്നു 4-5 കൊല്ലം. ബഹ്റൈനിലെ ഷിയാ പുള്ളര് പറയും അബൂബക്കർ അലൈഹി ലഅന, ഉമർ അലൈഹി ലഅന, ആയിഷ അലൈഹ ലഅന എന്ന് പറഞ്ഞ മക്കളെ പഠിപ്പിക്കുന്നവര്. അബൂബക്കർ